ഹൈ ബ്രോസ്, ഈ അടുത്ത് വിവാഹിതരായ ഒരു കപ്പിൾസ് എടുത്ത ഇൻഷുറൻസ് പോളിസിനെ കുറിച്ചാണ് പറയുന്നത്. എത്രയാണ് റേറ്റ് വന്നിരിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഇവർക്ക് ഇതിലൂടെ ലഭിക്കണമെന്ന് നോക്കാം. ഒരു കപ്പിള് എടുത്ത ഇൻഷുറൻസ് ആണ്. ഇതിൽ ഇവർക്ക് വന്നിരിക്കുന്ന പ്രീമിയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 12,296 രൂപയാണ്. അതായത് ഏതാണ്ട് ഒരു 550 ദർഹംസ് ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഇവർക്ക് കവറാക്കാൻ സാധിച്ചു. ഇവരുടെ പ്രായം എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ പ്രായം 27 വയസ്സും വൈഫിന്റെ പ്രായം 22 വയസ്സുമാണ് വരുന്നത്. 2 കൊല്ലം വെയിറ്റിംഗ് പീരീഡ് ആണ് ഡെലിവറിക്കൊക്കെ വേണ്ടി വരിക. അതായത് സം ഇൻഷുർഡ് ആയിട്ടുള്ള 5 ലക്ഷം രൂപയുടെ 10% അഷ്യൂർ പോളിസിയിൽ നൽകുക. അതായത് 50,000 രൂപ കവറായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ 10 ലക്ഷം രൂപയാണെങ്കിൽ അതിന്റെ 10% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1 ലക്ഷം രൂപ കിട്ടിയേനെ. ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കണേന് വരില്ല. അത് മാത്രമല്ല, ജനിക്കുന്ന കുഞ്ഞ് ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കുഞ്ഞിന് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരിക, കൺസൾട്ടേഷൻ ഒക്കെ വേണ്ടി വരികയാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ വാക്സിനേഷനൊക്കെ നമുക്ക് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെയ്യാൻ സാധിക്കും. പ്രീമെച്യൂർ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും. പോകെ IVF-ന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ ഇതിൽ കവർ ആവും. അത് മാത്രമല്ല, നമുക്ക് ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ എല്ലാം ഇന്ത്യയിലെ എല്ലാ ഹോസ്പിറ്റലുകളും കവർ ആവുന്ന പോളിസികളാണ് നമ്മൾ കൊടുക്കുന്നത്. ക്യാഷ്ലെസ് ആണ്. അത് മാത്രമല്ല, നമുക്ക് ധാരാളം റിസ്കുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ, ആക്സിഡന്റുകൾ പറ്റുക, ഏതെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് വരിക. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഇതുപോലെയുള്ള ചെറിയ പ്രീമിയത്തിനൊക്കെ ഇൻഷുറൻസ് എടുത്ത് വെക്കുക. ഇത് ഇവരുടെ പ്രായം കുറവായതുകൊണ്ടാണ് കേട്ടോ. വെറും ഒരു 550 ദർഹംസ് ഒക്കെ മുടക്കി, അല്ലാതെ ഒരു 12,000 രൂപയുടെ ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്ന. പ്രായം കൂടുന്തോറും നമ്മുടെ സ്ലാബ് വ്യത്യാസമാകും. പക്ഷേ ഒരു 35 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ ഈ ഒരു റേഞ്ച്